ഒരു കഷ്ടാന്നാലോചിക്ക്. പറയാണ്ടിരുന്നാ പറ്റില്ല. അതെ അതെ, ഒരുമ ഗ്രൂപ്പിലുള്ളവരുടെ ശ്രദ്ധക്ക് വേണ്ടിട്ട് പറയാണ്. നിങ്ങൾ ഈ നേരം വെളുക്കുമ്പോ തന്നെ ഒരു 100-150 ഗുഡ് മോർണിംഗും കിടക്കാൻ നേരത്തൊരു 100-150 ഗുഡ് നൈറ്റും ഇങ്ങനെ അയക്കേണ്ട കാര്യമില്ല. ഇത് അതിനുള്ളതല്ലത് ഈ ഗ്രൂപ്പ്. അത്യാവശ്യം മനുഷ്യന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും പിടിക്കാനാണ് ഈ ഗ്രൂപ്പ് ഉള്ളത്. ഇതിപ്പോ നിങ്ങളുടെ ഈ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും പറയണെങ്കിലൊക്കെ. ഇതെന്താ നിങ്ങൾ കാട്ടണത്? നിങ്ങൾ ഇത് അയച്ചില്ലാച്ചെങ്കിലും സൂര്യ അസ്തമിക്കുകയും ചെയ്യും ഉദിക്കുകയും ചെയ്യും. അതാദ്യം മനസ്സിലാക്കുക. പക്ഷിട്ട് ഉവ്യങ്ങള് പറയാണ്ടിരുന്നാ പറ്റില്ല. വേണ്ട ശരി. മുരുക ഒരു 25-ന്റെ ഒരു 10 കെട്ട്, 10-ന്റെ 15 കെട്ട്, 50-ന്റേത് ഒരു 10 കെട്ട്. അപ്പൊ ഇത്രയും പപ്പടം ഇവിടെ എത്തിച്ചേർന്നേ. ഒക്കെ വാട്സപ്പ് കൂടിയാണ് ഇപ്പോ അല്ലേ? അല്ല അതുകൊണ്ട് പണി എളുപ്പമില്ലേ, നമ്മൾ എടുക്കാൻ പോണ്ടേ? അത് നേരാണ്. പിന്നെ കോൾ ചെയ്യുമ്പോ അതിന്റെ പൈസയും പോവല്ലോ. ഇത് അവരിഞ്ഞ് കൊണ്ടുവരും. വാട്സാപ്പുള്ള അതൊരു വലിയ ഗുണമല്ലേ? വലിയ ഗുണ. ഒപ്പം ദോഷമുണ്ട്. എന്താ? എന്റെ പള്ളിക്കൂടത്തിന്റെ ഗ്രൂപ്പ് ഒന്നും പറയണ്ട, കുറെ ചങ്ങായിമാരുണ്ട് ഒരു പണിയില്ലാതെ. രാവിലെ ആകുമ്പോ ഗുഡ് മോർണിംഗ്. ഇനി ഈ ഗുഡ് മോർണിംഗിന് നമ്മൾ മറുപടി കൊടുത്തു വരുമ്പോ ഗുഡ് ആഫ്റ്റർനൂൺ ആവും. ആ ഗുഡ് ആഫ്റ്റർനൂൺ മറുപടി കൊടുത്തു വരുമ്പോ ഗുഡ് നൈറ്റ് ആവും. ഇപ്പൊ അതാണ് പണി. ഞാനത് ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി. പിന്നെ അതുപോലെ നമ്മളെ കോയക്കരാല ഒരു സാധനത്തിക്കണ കണ്ടില്ലേ? ഈ ആവശ്യമില്ലാതെ ഗുഡ് മോർണിംഗ് ഇതിലോട്ട് ഇടണ്ട. ഞാൻ പറഞ്ഞില്ല, അതൊരു തലവേദന സംഭവമാണ്. അല്ലാതെ അയാൾ പറഞ്ഞ കാര്യമാണ്. ഇത് ഈ പൂക്കളും മെഴുകുതിരിയും ഒക്കെ അങ്ങനെ വന്നോണ്ടിരിക്കുക രാവിലെ. കുറെ പേർക്ക് ഒരു പണിയില്ലല്ലോ. ഒരുമ റെസിഡൻസ് അസോസിയേഷനിലെ അംഗങ്ങളെ ഞാൻ സെക്രട്ടറി മന്മഥൻ, വളരെ ഗൗരവമുള്ളൊരു കാര്യം കോയ സാഹിബ് രാവിലെ ഇട്ടൊരു മെസ്സേജിൽ പറഞ്ഞിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ് ഈ വക മെസ്സേജുകൾ ദയവ് ചെയ്ത് ആരും ഇടരുത്. അങ്ങനെ ഇടുന്നവർക്കെതിരെ മുഖം നോക്കാതെ ഗ്രൂപ്പ് നടപടിയെടുക്കും. നമ്മൾ റെസിഡൻസ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നത് കാര്യഗൗരവമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. മെസ്സേജ് എനിക്ക് ഓഫീസിലേക്ക് പോകണ വഴിയേക്കൂ. ഓഫീസിൽ പോകണ വഴിയാ. അവർക്ക് പോയാലെന്ത് പോയില്ലെങ്കിലും ശമ്പളം കിട്ടുമല്ലോ. നാളെ 10 മണി മുതൽ 4 മണി വരെ നമ്മുടെ ഈ ഏരിയയിൽ ഒന്നും വെള്ളം ഉണ്ടാവില്ല. അപ്പൊ ആ വിവരം ഒന്ന് ഗ്രൂപ്പിലിടും. അതെ, ഞാൻ എന്താ ഒന്ന് അറിയിച്ചിട്ട് ഭാര്യ അടുത്തെന്ന് പറഞ്ഞിട്ട് വരാം. അവിടെ വെള്ളം പിടിച്ചു വെക്കട്ടെ. നാളെയാണ് നിങ്ങൾ ആദ്യം ഗ്രൂപ്പിലിടി. ഓളും ഗ്രൂപ്പിലില്ലേ? ഗ്രൂപ്പിലിട്ട് ഓളും കേൾക്കൂലേ? ശരിയല്ല. അല്ലാതെ എന്താ വെള്ളം ഇല്ലാത്തതിന്റെ കാരണം എന്താ? എന്താ അവിടെ പൈപ്പൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ടെന്ന് പറയുന്നത്. റെസിഡൻസിലെ അംഗങ്ങളെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്. ഇതിപ്പോ ഇങ്ങനെ ഒരു ഉപകാരം കിട്ടും. ഇത് ഈ ഗ്രൂപ്പ് ഉണ്ടേ. ആ ഗ്രൂപ്പ് കൊണ്ട് ചെറിയ ഉപകാരം ഇപ്പൊ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞില്ല. ഇപ്പൊ കോയ എന്താ മെസ്സേജ് ഇട്ടേക്കണം? നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ പരിധിയിൽപ്പെട്ടുള്ള നമ്മുടെ ഗിരീസിന്റെ വീടിന്റെ ഗേറ്റിന്റെ മുമ്പില് ഒരു പാമ്പ് ചത്ത് ചീഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആരെങ്കിലും വന്നിട്ട് എടുത്തു കളയണം. ഇതാണ് കോയിന്റെ കുഴപ്പം. ആ ഓനെടുത്തോണ്ട് മാറ്റിയപ്പോ ഒരു പാമ്പല്ലേ, ചത്ത പാമ്പല്ലേ, ജീവനുള്ളൊന്നുമല്ലല്ലോ. വീടിന്റെ മുമ്പിലാണെങ്കിൽ അവർക്ക് എടുത്ത് മാറ്റിയാ പോലെ. പാമ്പ് കൊടുത്തേക്കാരാ നമ്മളെടുത്ത് മാറ്റണമെന്ന് പറഞ്ഞ ഇതാണ് കുഴപ്പം. ഇതിപ്പോ പ്രസിഡന്റ് സെക്രട്ടറി എടുത്ത് മറുപടി കൊടുക്കുക. പ്രസിഡന്റ് സെക്രട്ടറിയും രണ്ടുപേരും 2 മേഖലയിൽ വ്യാപൃതരാണ്. അവർ തിരക്കിലാണ്. അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോ ഇത് താങ്കൾക്ക് തന്നെ അതിനെ ഒരു ചെറിയ ഇലയോ കടലാസോ എടുത്തിട്ട് അതിന്റെ വാലെ തൂക്കി ഒന്ന് മെല്ലെ ദൂരോട്ട് മാറ്റി കളയാവുന്നതല്ലേ ഉള്ളൂ. സാറേ, ഇങ്ങക്ക് നിങ്ങളെല്ലാം ആദ്യം കണ്ട് അപ്പൊ ഇങ്ങക്ക് എടുത്തോണ്ട് മാറ്റിയാ പോരെ? ഇതാ വേറെ ആൾക്കാരെ കാക്കാൻ നിക്കണോ? സത്യനും കൂടെ കോയക്കൊരു അതിലോട്ടൊരു മെസ്സേജ് ഇട്. വോയിസ് ഇട്ടേ. ഞാൻ ഓഫീസിലാണ്. കോയക്ക് ഒന്ന് എടുത്ത് കളച്ചോടെ ചോദിച്ചു. അത് നല്ലതാ. പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ വിടണം. അതെ, ചത്തതൊരു പാമ്പല്ലേ, അല്ലാതെ പശു ഒന്നും അല്ലല്ലോ. ഒരു കമ്പ് എടുത്തിട്ട് പതുക്കെ അത് തോണ്ടിയാൻ കിട്ടാ പോരെ. ഞാൻ ഓഫീസിലാണ് കേട്ടോ. നന്നായി. അതൊക്കെ നല്ല കാര്യം. നേരെ ഒരുപാട് വൈകിപ്പോ തന്നെ. എന്നും വൈകലല്ലേ? വൈകിട്ടാണ്. കോയയുടെ മെസ്സേജ് ഒന്നല്ല. എന്താണ്?
അതെ, നമുക്കൊരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ. നമ്മുടെ ആ ഗിരീസിന്റെ വീടിന്റെ ഗേറ്റിന്റെ മുമ്പിൽ കിടന്നിരുന്ന ആ പാമ്പില്ലേ ചത്തു കഴിഞ്ഞത്, അതിനൊരു കാക്ക കൊത്തിയിട്ട് പ്രസിഡന്റിന്റെ കിണറ്റിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പൊ അതിന് വേണ്ടി ആരും മെനക്കെടണമെന്നില്ല. സന്തോഷത്തോടെ ആ പാമ്പ് ചത്തെടുത്ത് അറിഞ്ഞില്ലേ കോയ? ആ പാമ്പിനെ ഇപ്പൊ ഒരു കാക്കെടുത്ത് നിങ്ങളെ കിണറ്റ് കൊണ്ടിട്ടിക്കണം. എന്റെ കിണറ്റിലോ? ഏത് കാക്ക? എടുത്ത് നിങ്ങളുടെ കിണറ്റി കൊണ്ടിട്ടൊന്ന് അങ്ങേർക്ക് തോണ്ടിട്ടാ പോയിരുന്നല്ലോ. അപ്പൊ ചെയ്താൽ മതി ഓനത്. എന്നിട്ട് മെസ്സേജ് ഉണ്ടെങ്കിൽ ഒരു സന്തോഷ വാർത്താണ് നിങ്ങളെ കിണറ്റ് കൊണ്ടിട്ടേ. അത് ചോദിക്കണല്ലോ. കോയ സാഹിബ്, നമ്മുടെ പ്രസിഡന്റിന്റെ കിണറ്റിൽ ഈ പാമ്പിനെ കൊണ്ടിട്ട് ഇത്ര സന്തോഷമായിട്ടാണ് അത് പറയേണ്ട കാര്യമാണ്. അത് നിങ്ങൾ എന്താ ഇത് ഗ്രൂപ്പാണ്, അത് മനസ്സിലാക്കണം. ഓ ഭയങ്കര റോങ് ആട്ടോ കോയ. ഉള്ള കാര്യം ഞാൻ പറയാ. പിന്നല്ല ഒരു നിസ്സാര കാര്യം. അയാളെന്തോ വീണ്ടും വോയിസ് ഇട്ടല്ലോ. എന്താണ്? അയ്യോ, പിന്നെ സന്തോഷ വാർത്ത അല്ലാണ്ട് പിന്നെ എന്താണ് അത്? ഏടോ ചെങ്ങായി, നമ്മുടെ ഒരുമയുടെ പ്രസിഡന്റ് സത്യശീലിന്റെ വീട്ടിലല്ല, ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് ഓന്റെ കിണറ്റിലാണ്. അവിടെ ചീഞ്ഞതൊക്കെ കൊണ്ടുവരുന്നതാണ് ഓന്റെ കിണറ്റില്. അതിനിപ്പോ പിന്നെ സന്തോഷ വാർത്ത തന്നെയല്ലേ? വെള്ളമില്ലാന്ന് കിണറ്റില്. പഞ്ചായത്ത് പ്രസിഡന്റിനെ കിട്ടണം. നന്നായി. അപ്പൊ ശരി, ശരി ശരി. സമാധാനമായിട്ട് പോയിക്കോളൂ. ഈ പോയ ഓരോ കാര്യങ്ങൾ പറയുമ്പോ അത് കൃത്യമായിട്ട് പറയണ്ട. അവന്റെ ചള്ളക്ക് ഞാൻ കുത്തറിയില്ല, സത്യം പറയാ. ഓന്റെ ഇടക്കിടക്കുള്ള സ്വഭാവം തീരെ പിടിക്കില്ല എനിക്ക്. ഞാനേ ഭാര്യ എടുത്ത് വെള്ളം പിടിച്ചു വെക്കാൻ പറഞ്ഞിട്ടാ. അതിന്റെ വീട്ടിൽ വെള്ളമുണ്ടോ? അല്ല, വെള്ളം അധികം വേണം. പറഞ്ഞോ, ഞാൻ പറഞ്ഞോളാം. ഇതാണ് ഗ്രൂപ്പ് കൊണ്ടുള്ള ഓരോരോ സന്തോഷം. ഹലോ, ഒരുമയിലെ എല്ലാവർക്കും സുഖല്ലേ? ഇന്നൊരു വെറൈറ്റി പരിപാടി കേട്ടോ, അന്താക്ഷരി ചാലഞ്ച്. ഞാൻ ഒരു പാട്ട് പാടും, അതിൽ ഞാൻ പറയണ അക്ഷരം വെച്ചിട്ട് ധൈര്യമുള്ളവർ ആരാന്ന് വെച്ചാൽ ആദ്യം വേഗം പാടിക്കണം. പാടാൻ പോവാണേ. പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി, ഗാനം മൂളാൻ ഈണം നൽകി, ഈണം തേടും ഈറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി, താളക്കൊമ്പത്തു ഞാലാടി പാടൂ നാട്ടുമൈനേ. മൈന മൈന മൈന. പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി, ഗാനം മൂളാൻ ഈണം നൽകി, ഈണം തേടും ഈറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി, താളക്കൊമ്പത്തു ഞാലാടി പാടൂ നാട്ടുമൈനേ. മൈന മൈന. സൂപ്പർ 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 സൂപ്പർ. മൈനാകം കടലിൽ നിന്നുയരുന്നുവോ, ചിറകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നു. മൈനാകം. രാഘവട്ടന്റെ പാട്ട് ഒരു കുളിരാലോ അല്ലാത്ത. രാഘവട്ടന്റെ പാട്ട് കുളിരുണ്ട്, മറ്റേ മണ്ടുവിന്റെയോ? അയ്യ, അത് പറ്റൂല. മൈനാകം തന്നെന്നം താനെന്നം താളത്തിലാടി, മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി, അതെ, ഗാനമേള അങ്ങനെ തുടരട്ടെ തുടരട്ടെ തുടരട്ടെ. പാട്ടാ അത്? ഒരുമിന്റെ അന്തസ് കളിയോളൂ. അല്ല, ഈ മണ്ടു വെച്ചിക്ക് പാട്ടൊന്നും ശരിയാവില്ല. ഓക്ക് ഈ പാട്ട് പാടാൻ അറിയില്ല, ഓക്ക് വേറെ എന്തെങ്കിലും ചെയ്തു വിടുന്നാല്. കഥാപ്രസംഗം പറ്റും. കഥാപ്രസംഗത്തിന് പാട്ടില്ലേ? അതും നേരം മണ്ടത്തരം പറയുന്നു. കാക്കക്കറുമ്പൻ കണ്ടാൽ മറന്നുപോയില്ല. കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ. എന്റെ കാർവർണ്ണൻ. എന്തെന്നാണ് എന്റെ റബ്ബേ, ഇവറ്റക്കൊക്കെ എന്തിന്റെ പ്രാന്താണ്? ഒരു ഉളുപ്പില്ലല്ലോ ഇങ്ങനെ പാടിയിടാൻ. അസല 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 അസലേ. ഒരു പുഷ്പം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ ചൂടാൻ.
ഇതൊക്കെ പാട്ടെഴുതിയ ആൾക്കാരെങ്ങാനും കണ്ട എന്തായിരിക്കും അവസ്ഥ? രാഘവേട്ടന് പിന്നെ വിവരക്കടം ചരിക്കും. ഈ മണ്ടുന് എന്തിന്റെ കേടാണ്? ഓ, വരി പോലും അറിയില്ല. അഞ്ഞ അവിടെ കിടക്ക്, ഞാൻ അത് കട്ടട്ടെ. നോക്കിയേ പാട്ട്. ഒരു മുറി മാത്രം തുറക്കാതെ വെച്ചാം ഞാൻ അതികൂടമെന്നൂടെ. എന്തെല്ലോ പാടല് പാട്ടാ ഉണ്ണിയേട്ടാ ഇതല്ലോ. മക്കളും ഭാര്യയൊന്നും കേൾക്കാൻ നന്നായി. കസ്തൂരി മണക്കുന്നല്ലോ. കരിഞ്ഞ് മണം വെറുതെ അല്ലേ വന്ന്. ഓ, എവിടെ തുണിയൊക്കെ എവിടെ? വെള്ളം വെച്ചു, അടി പിടിച്ചു, ചരിവ് മൊത്തം കരിഞ്ഞു. ഇനിയിപ്പോ ഇത് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ വരാട്ടോ. എനിക്ക് കുറച്ച് സമയം തരണേ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളേതായ കുറെ സാധനങ്ങളില്ലേ, നിങ്ങൾ പഴയ കലാകാരനല്ലേ, അപ്പൊ ഈ ഒരു പുതിയൊരു സാധനം നമുക്ക് ഇതിൽ ചെയ്യണം. കുട്ടികൾക്ക് വേണ്ടി അതിൽ ഒരു പാട്ടും ആരും പാടില്ല. ഇല്ലില്ല, അത് കഴിയാം. കുട്ടികൾക്ക് വേണ്ടി ഒരു കവിത ഞാൻ ചെല്ലാം. പിടിച്ചോ, ഗംഭീരം സാധനം ചെയ്യും. ഒരുമയിലെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാനൊരു കവിത ചൊല്ലുന്നു. സാധാരണ നിങ്ങൾ മുതിർന്നവർക്ക് വേണ്ടി മാത്രമാണ് പാട്ടും ഡാൻസും ഒക്കെ ചെയ്തത്. ഞാൻ കുട്ടികൾക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി ഒരു കവിത ചൊല്ലും. ഇരുളിൻ മഹാനിദ്രയിൽ നുണർത്തിനെ നിറമുള്ള ജീവിത പീരിതന്നു, എന്റെ ശിരകിനാകാശവും നീ തന്നു, ആത്മശിഖരത്തിലൊരു കൂട് തന്നു, ആത്മശിഖരത്തിലൊരു കൂട് തന്നു. അടരുവാൻ വയ്യ, അടരുവാൻ വയ്യ, നീ എന്നെ ഹൃദയത്തിൽ പോയി ഒളിച്ചാലും. ഗംഭീരായിക്കേ, പാടാൻ പറ്റുന്ന കണ്ണു നിറഞ്ഞു ശരിക്കും. ഒരു കാര്യം ചെയ്യാം, ഇത് വിടാൻ നമുക്ക്. ഓക്കെ. ആണക്കേട് കൊള്ളാം. റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികത്തിന് പാട്ട് പാടണമെന്ന് പറഞ്ഞാൽ ഇതാണ് പാടാൻ ഉദ്ദേശിക്കണം. നന്നായിരിക്കും. കൊള്ളാം. ഭയങ്കര ഫീലായിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല. എത്തണ്ടേ? ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഉറക്കില്ല. ഉണ്ടോ തന്നെ അറിയേ. പ്രശ്നമൊന്നുമില്ല, കാര്യം പറഞ്ഞ പ്രശ്നമില്ലേ. ഇത് എങ്ങനത്തെ ആൾ നടക്കറോ? നീ പോയാ എനിക്ക് ഞാൻ വരുന്നില്ല. ഞാനിതിന് വരുന്നു. നീ പറഞ്ഞ ഞാനെന്തിനു പോന്നു? നിങ്ങളെ കാര്യമല്ലേ, നിങ്ങളെല്ലാം ഫോർവേഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ. പറ്റിപ്പോയില്ല. എന്ത് പറ്റിപ്പോയി? നീ പറഞ്ഞാ മതി. ചാക്കോട്ട കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഗ്രൂപ്പ് അഡ്മിനാന്ന്. അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഭാഗ്യം. വന്നോ, ഉറങ്ങിയിട്ടില്ലല്ലോ ഇന്നലെ. സാരില്ല, അങ്ങനത്തെ സാധനം എന്തെങ്കിലും പേഴ്സണായിട്ട് ഇറക്കാച്ചാ പോരെ. ഗ്രൂപ്പിൽ ഇടണം. ഞാൻ ഇനി ആയിപ്പോയി. മുപ്പരുണ്ടെങ്കിൽ നിങ്ങളെ ബാക്കി. സച്ചേട്ടാ, സച്ചേട്ടാ, സച്ചേട്ടാ. ആ എന്താ ഉണ്ണിയെ? ഒരു കാര്യം പറയാനുണ്ടായി. ഒരു കാര്യം പറയാനുണ്ട് എനക്ക്. എന്താണ്? ഒന്നിങ്ങോട്ട് വന്നത്. ഇല്ല പറഞ്ഞോ. അല്ല അങ്ങനല്ല, അതെ ഒരു ചെറിയൊരു കയ്യബദ്ധം പറ്റിപ്പോയി. ആർക്ക്? നിനക്കോ? എനക്കല്ല. ആ പിന്നെ രാഘവട്ടനോ? എന്താണ്? സത്യയുടെ ഗ്രൂപ്പ് നോക്കിട്ടേ, ഈ പൊലച്ചക്കന്നെ ആരാടാ ഗ്രൂപ്പ് നോക്കണത്? ഇന്നലെ പാതിരാത്രിക്ക് ഒരു വീഡിയോ നമ്മൾ ഗ്രൂപ്പിലിട്ടു. അതൊന്നും സാരില്ല, അതിപ്പോ എല്ലാരും ഇടുന്നുണ്ടല്ലോ. ആ എന്നാ ഇത് അങ്ങനത്തെ വീഡിയോ അല്ല. ആരാ നിജാട്ട്? പക്ഷെ ഞാനല്ല, ഞാൻ ഇടുവാ. നോക്ക് അവസ്ഥ. പക്ഷെ കാണിച്ചിരക്കാൻ പറ്റില്ല. എന്താ
എന്താണ് നേരം വിളിച്ചപ്പോ തന്നെ വിളിച്ച ആളെ വിളിച്ചു കൊടുത്തിട്ട്? ഞാനല്ല, രാഘവോട്ടൻ ഇട്ടതാണ് ഗ്രൂപ്പിൽ. ഇത് നമ്മുടെ ഗ്രൂപ്പിലല്ലേ? ആ, എങ്ങനെ ഇത് ഒഴിവാക്കി കളയണം. അത് ഡിലീറ്റ് ഡിലീറ്റ് ചെയ്തു. മൂപ്പറ ഫോണിന്ന് മൂപ്പർക്ക് ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഇത് മൊത്തം പോണ്ട സാധനം അയാൾക്ക് അറിയില്ല. ഇനിയിപ്പോ ഈ കുടുംബങ്ങളോട് മുഴുവൻ അതിന് വിശദീകരണം കൊടുക്കേണ്ടി വരില്ലടാ. അത് അഡ്മിൻ എങ്ങനെയും അത് ഒഴിവാക്കി കളയണം മൊത്തം. കൊണ്ടോ രക്ഷപ്പെട്ടു. പുറത്ത് അറിയില്ല അടിയേറ്റാക്കുന്നത്. ഇനി മേലാൽ ആവശ്യമില്ലാത്തൊരു കാര്യം. സമാധാന എന്തൊക്കെയാണ് നിങ്ങൾ ഈ കാണിക്കണത് ഈ ഗ്രൂപ്പിനകത്ത്? ഈ വക സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇതിപ്പോ ആരൊക്കെ കണ്ടിട്ടുണ്ടാവും അറിയാവോ? അധികാരമൊന്നും കണ്ടിട്ടാ തോന്നുന്നു. എന്താ ഞാൻ കണ്ടിട്ടില്ല? ഞാൻ കണ്ടു. ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യില്ല. അപ്പൊ രാത്രി ഉറപ്പൊന്നുമില്ലേ? ആരോ ഇട്ടതാണ്. അപ്പൊ നിങ്ങളല്ലേ ഇട്ടത്? അതെ, ആരോ എന്റെ കയ്യിൽ കിട്ടും. ഞാനത് നിങ്ങളുടെ ഫോണിൽ നിന്നല്ലേ എനിക്ക് വന്നത്? അതെ, എനിക്കത് ശരിയായിട്ടില്ല, തെറ്റിപ്പോയത്. വേറെ ആൾക്ക് അയച്ചു കൊടുത്താണ്. അത് എനിക്ക് വന്നതാണ്. സ്ഥിരം പരിപാടിയാണ്, മാറിപ്പോയി. ഇനി ആരെങ്കിലും കണ്ടിട്ട് വല്ല കംപ്ലൈന്റും ഇതിനകത്ത് പറഞ്ഞ ഉറപ്പായിട്ട് നിങ്ങൾ രണ്ടുപേരെ ഞാൻ റിമൂവ് ചെയ്യും. എന്നെന്തിന്? നീ ഇത് കണ്ടില്ലേ? കണ്ടു. ഇനി ഉണ്ടാവില്ല, ഇനി ഉണ്ടാവില്ല, അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ കുഴപ്പമൊന്നുമില്ല. എന്നാ ശരി വിട്ടോ. സത്യേട്ടാ, രാവിലെ വന്നിട്ട് ചോദിക്കുമ്പോ എന്റെ ഭാര്യ ചോദിക്കുന്നു എന്തിനാ രാഘവോട്ടം മതിനി? ഞാനെന്നാ പറയട്ടെ, ആലോചിച്ച് നോക്കി. നിനക്ക് കാര്യം പറഞ്ഞൂടെ? എന്നാ ശരി ശരി വിട്ടോ വിട്ടോ. നടക്ക്. സാധനം സ്റ്റോക്ക് ഉണ്ടാവില്ലേ? ഈ വാട്സാപ്പ് തോന്നുന്നു കുട്ടികളെ മാത്രമല്ല വഴിതെറ്റിക്കണ്, ഈ ജാതി മുതുക്കന്മാരും വഴിതെറ്റിക്കും. ഏട്ടാ ഏട്ടാ ഇങ്ങോട്ട് നോക്ക്. ഇപ്പൊ നോക്കാൻ പറ്റൂലേ? യോഗ ഇപ്പൊ നോക്കിയേ പറ്റുള്ളൂ. ഈ യോഗ ചെയ്തോണ്ട് നിൽക്കുന്ന കണ്ടില്ലേ? ഒരു അത്യാവശ്യ കാര്യം പറയാനാ. ഈ ഏകാഗ്രമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതിനിടയ്ക്ക് നീ ശല്യം ചെയ്യല്ലേ? ഏട്ടാ സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ്. നിന്റെ അച്ഛൻ ശ്രീധരനത്തിന്റെ ബാക്കി തരാന്ന് പറഞ്ഞ കണ്ണടക്കേ. കണ്ണടച്ചിലടി ഇത്ര നേരം യോഗ ചെയ്തോണ്ടിരുന്നേ? ഇതല്ല. പിന്നെ ഏട്ടാ കണ്ണടക്കേ. എന്ത് കണ്ണടക്കി. ഓ, അടച്ചു. നോക്ക് എന്നെ അല്ല. ഇത് ശരിയാണോ? രണ്ടുപേരെ കണ്ടില്ലേ? നമുക്കേ ഒന്ന് ആശുപത്രിയിലോട്ട് പോയി വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. ചേട്ടാ ഇത് രണ്ടുപേരെ ഉണ്ട് ഉറപ്പാ. ആണ്. ഇത്രേ ഉള്ളൂ. അതെത്രേ ഉള്ളൂ? രണ്ടുപേരെ വരുള്ളൂ. അതല്ല എന്നെ എടുത്തു നോക്കാത്ത എന്താ? അതിനാണ് ഞാൻ ഒരു ശ്രമം നടത്തിയത്, പക്ഷെ വരണില്ല. പോയേട്ടാ അവിടുന്ന് സിനിമയിലൊക്കെ ആണെങ്കിൽ എടുത്തു നോക്കി കറക്കേനെ. സിനിമയിലൊക്കെ ഡ്യൂപ്പല്ലേ അതൊക്കെ ചെയ്യണത്. നമുക്കിവിടെ ഡ്യൂപ്പ് ഇടാൻ പറ്റുമോ? നമുക്ക് നിന്റെ അടുത്ത പ്രസവത്തിന് ഞാൻ ജിമ്മിലൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ഉറപ്പായിട്ടും നിന്നെ ഞാൻ ഇങ്ങനെ എടുത്തിങ്ങനെ പൊക്കി ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കും. നമുക്ക് ആശുപത്രി പോവാം. അല്ല, അതിന് മുന്നേ ഞാനേ വീട്ടിൽ അച്ഛനൊക്കെ ഒന്ന് വിളിച്ച് പറയട്ടെ. അല്ലല്ല ഡോക്ടറെ കണ്ടിട്ട് വീട്ടിൽ വിളിച്ചാൽ മതി. ആ, എന്നൊരു കാര്യം ചെയ്യ്, റെഡി ആവും. നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് പോവാം. നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ നല്ല ഡോക്ടർമാരുണ്ട്. എനിക്ക് പ്രൈവറ്റ് ആശുപത്രി പോയാൽ മതി. പ്രൈവറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസ വാങ്ങുവന്മാര്. ചേട്ടന് പൈസയാണോ വലുത്? ഞാനാണോ വലുത്? ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. ചേട്ടനോട് ഞാൻ ഒരു കാര്യം പറയാം. ഇത് എന്റെ ആദ്യത്തെ കുഞ്ഞാണ്. എനിക്കും കുഞ്ഞിന് നല്ല കെയർ കിട്ടണം. പ്രൈവറ്റ് ആശുപത്രിയാണെങ്കിൽ ചെന്ന് കയറുമ്പോ തൊട്ടേ നല്ല കെയർ ആയിരിക്കും. പിന്നെ ആശുപത്രി ഞാൻ പറഞ്ഞില്ലേ, പ്രൈവറ്റ് ആശുപത്രിയിൽ അവരെന്തെന്ന് അറിയാമോ, നമ്മളിങ്ങനെ കുറേ മാസം ഇങ്ങനെ കൊണ്ടുപോയി നമ്മളത് മാക്സിമം എല്ലാം ഊറ്റിയിട്ട് സമയമാകുമ്പോൾ അവർ പറയും ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ സർക്കാരിലോട്ട് വിടും. അതിനും നല്ലത് നമുക്ക് ആദ്യമേ സർക്കാരിൽ പോകണം. ചേട്ടാ എന്നെ അങ്ങനെ ഒന്നും പറഞ്ഞ് പറ്റിക്കൊന്നും വേണ്ട. എനിക്ക് പ്രൈവറ്റ് ആശുപത്രി പോയാൽ മതി. അപ്പൊ നിനക്ക് നല്ല ചികിത്സയല്ല വേണ്ടത്, കുറെ കാശ് മുടക്കിയാണ് നമ്മൾ പ്രസവിച്ചെന്നുള്ളത് പൊങ്ങച്ചം കാണിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ അല്ലേ? അതല്ലേ വേണ്ടത്? ഇപ്പൊ തന്നെ ഞാൻ
വീട്ടിൽ വിളിക്കേണ്ടെന്ന് പറഞ്ഞെന്താണെന്നറിയാമോ? വീട്ടിൽ വിളിക്കുമ്പോ ചോദിക്കും ഏത് ഡോക്ടറെ കാണുന്നത്, ഏത് ആശുപത്രിയിലാ പോണേന്ന്. എന്റെ വീട്ടുകാർ അതിന് പരാതിയൊന്നും പറയില്ല, നിന്റെ വീട്ടുകാർ ചിലപ്പോൾ പറയുമായിരിക്കും. ഇവിടെ പരാതിയല്ല വലുത്. ദേ, നമ്മുടെ ആദ്യത്തെ കുഞ്ഞാണ്, നല്ല സൗകര്യത്തിൽ തന്നെ വരണം. ഓ ആയിക്കോട്ടെ, നീ നിനക്ക് തോന്നിയ പോലെ പ്രസവിച്ചോ. ഇല്ലെങ്കിൽ ഞാൻ പ്രസവിക്കുന്നില്ല. തുടങ്ങി. ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കുഴപ്പം. ഗർഭിണി ആയി കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ കൊണ്ടതിന് പിടിച്ചതിനൊക്കെ അവരുമാര് പിടിവാശിയാ ആണുങ്ങളെ ഇതാക്കാൻ വേണ്ടിയിട്ട്. ശരി, നിന്റെ ഇഷ്ടം പോലെ തന്നെ പ്രൈവറ്റ് ആശുപത്രി പോവാം. പ്രൈവറ്റ് ആശുപത്രി പോകാം. ഇത് ആദ്യം പറഞ്ഞാ പോരായിരുന്നു. ചേട്ടൻ ഇത്രയും നേരം എന്നോട് വഴക്കുണ്ടാക്കിയില്ലേ? ഒരു മസാല ദോശ വേണോന്ന് പോലും ചേട്ടൻ ചോദിച്ചില്ലല്ലോ. ഗർഭിണിയായി അറിഞ്ഞു കഴിഞ്ഞില്ല, അതിനിടയ്ക്ക് തുടങ്ങി മസാല ദോശ. ഈ ഗർഭിണിയായി കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് എല്ലാം ഈ മസാല ദോശ വേണമെന്നാണ്. എന്താണ് അതിലെ കാര്യം? സീരിയലൊക്കെ അങ്ങനെയാണ്. ഓ, ഈ ഗർഭവും മസാല ദോശയായിട്ട് വല്ല ബന്ധം ഉണ്ടോ? അതെനിക്ക് അറിഞ്ഞൂടാ. എന്നാ ഞാൻ പറഞ്ഞുതരാം. ഇത് പണ്ടത്തെ ഒരു ആചാരമാണ്. അന്നത്തെ കാലത്തെ ലക്ഷറി ഫുഡായിരുന്നു മസാല ദോശ. അന്ന് പെണ്ണുങ്ങൾക്ക് ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നുകൊണ്ട് അവരത് കൊതി പറയുന്നു, കെട്ടിയന്മാർ ഓടിച്ചെന്ന് മേടിച്ചുകൊണ്ട് കൊടുക്കുന്നു. ഇന്നിപ്പോ കുഴിമന്തിയോ അല്ല അങ്ങനെ വല്ലതും പറ. അതെങ്ങനെ അത് ഇന്ന് തിന്നല്ലേ അല്ലേ? ഞാനൊന്ന് വിളിച്ചു പറയട്ടെ. വിളിച്ചു പറയണ്ട. ആര്? എടി ഓഫീസിലും പറയണ്ട. ഓഫീസിൽ ലീവ് പറയാൻ. ലീവ് പറയാ. ഞാൻ റെഡി ആവട്ടെ. സ്നേഹത്തിൽ പറ. സ്നേഹത്തിൽ പറഞ്ഞു. മുണ്ടില്ല, പോകരുത്. എന്റെ ദൈവം, ഇനി 9 മാസം പാട് വിടുമല്ലോ. ഹലോ മീനാക്ഷി, ആ സ്നേഹന്റെ സ്കാനിങ് റിപ്പോർട്ടില്ലേ, അതൊന്ന് ശീതള സാറെ ക്യാബിനിലേക്ക് എത്തിക്ക്. സാർ വിളിച്ചു പറഞ്ഞിരിക്കണം. അതെ, ആ ഗൈനോക്കോളിസ്റ്റ് ഡോക്ടർ ശ്രീധരനൊന്ന് കാണണല്ല. പേര് പറയൂ. രാഘവൻ. പേഷ്യന്റിന്റെ പേര് പറയും. രാഘവൻ, അത് മാത്രം എഴുതിയാൽ മതി. നിങ്ങൾക്കാ ഗർഭം? എനിക്കല്ല ഗർഭം. അല്ല, സാധാരണ ഇവിടെ വരുന്ന ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരെ കൊണ്ടാ വരില്ല, അതാ ചോദിക്കണത്. ഇത് ഭാര്യമാരില്ല. ഇതിനു മുമ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ടോ? കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചീട്ടുണ്ടാവില്ല? അതിന്റെ ചീട്ടൊന്നുമില്ല. എന്തിനെങ്ങനെ ദേഷ്യം പിടിക്കണത്? നിങ്ങൾ പറഞ്ഞ പണിയെടുക്കുക. എനിക്ക് എന്താ ഡോക്ടറെ കാണാനുള്ള പണി എന്നാ പറ. എന്താണ് ഞാൻ എന്താ കടം വാങ്ങി മക്കളെ വർത്താനം കേട്ടത്? ഒന്നുമില്ല, ഒരു 400 രൂപ അടിക്ക്. അത് പറ. അടിക്ക്. ഈ കാർഡ് അവിടെ കാണിക്കാം. 3ാം നിലയിൽ 2ാമത്തെ റൂമിലാട്ടോ. ലിഫ്റ്റ് ഉണ്ടാ? ലിഫ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ പോയിട്ട് ഡോക്ടറോട് ഇങ്ങനെ ചാടി കളിക്കരുത് കേട്ടോ, അയാളുടെ സ്വഭാവം വളരെ മോശം. എനിക്ക് എങ്ങനെ സംസാരിക്കണം നിങ്ങൾ പഠിപ്പിക്കണ്ട, അത് ഞാൻ കൈകാര്യം ചെയ്തോളൂ. ശരി, നല്ല എന്ത് മനുഷ്യനാണിത്? വീട്ടിൽ നിന്ന് ഭാര്യനായിട്ട് എന്തോ കച്ചറുണ്ടാക്കി വരാൻ തോന്നുന്നു. അല്ല, അത് നിങ്ങൾ ബെഡ് റെസ്റ്റ് എടുക്കേണ്ടതാണ്. നാം പറഞ്ഞതല്ലേ, ഒരു 4 മാസം കൃത്യമായിട്ട് നിങ്ങൾ ബെഡ് റെസ്റ്റ് എടുക്കണം. ഡോക്ടറെ, നിങ്ങൾ ഏർത്ത ഗൈനക്കോളജിസ്റ്റാ? നിങ്ങൾ എന്റെ ഭാര്യക്ക് പ്രസവം നിർത്താനുള്ള PPS ഓപ്പറേഷൻ നടത്തിയിട്ടില്ലേ? നടത്തിയോ? ശരി, ആയിക്കോട്ടെ. എന്നിട്ട് എന്താണ്? അവള് വീണ്ടും ഗർഭിണിയായി. കൺഗ്രാറ്റുലേഷൻ. എത്ര പ്രായപ്പോ? എനിക്ക് 70 വയസ്സ്. 70 വയസ്സാണ്? ഭാര്യക്കോ? ഒക്കെ 48. അപ്പൊ എന്താ അത്ര വലിയ ഡിഫറൻസ് വന്നത് ഏജില്? അത് ഞാൻ 2ാം ഘട്ടാണ്. അതെയോ? ഭാഗ്യവാനാണ്. ശരി ശരി ശരി. ഭാഗ്യവാൻ. എന്താണ്? നിങ്ങൾ ആസ്പത്രിയിൽ വന്നിട്ട് പ്രസവം നിർത്തി എന്തിന്? ഇനി കുട്ടികളില്ലാണ്ടിരിക്കാനല്ലേ? അതെ. എന്നിട്ട് പിന്നെ 2ാമത് നിങ്ങൾ കുട്ടികൾ ഉണ്ടാവുന്നെന്ന്? അല്ല, അതിപ്പോ എന്നോട് പറഞ്ഞ കാര്യം അതൊക്കെ ദൈവത്തിന്റെ ഒരു കടാട്ടാണ്. അങ്ങനെ വിചാരിച്ചാ മതി നിങ്ങള്. ഇനിയിപ്പോ ഞാനൊന്നും ചെയ്യേണ്ടതെന്ന്. അത് നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാനിപ്പോ പേരക്കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ ഒരു കുട്ടീനെ കൂടി നോക്കിയാ പോരാ? അത്രയല്ലേ ഉള്ളൂ. ഇയാൾ പറയുന്നത്. അല്ലാണ്ട് ഞാൻ എന്താ പറയണത്? ഇതൊക്കെ സാധാരണ പതിവാണ്. എങ്ങനെയെന്ന്? ഇത് ചെയ്യുന്ന ഈ ഓപ്പറേഷൻ എന്തിനു ചെയ്യുന്നത്? റയർ കേസുകൾ ഇങ്ങനെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, അത് ഭാര്യന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവല്ലോ. ഭാര്യ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തില്ലേ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത്? അതിൽ അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ വായിച്ചു നോക്കി. എന്തെന്നാ നിങ്ങൾ പറയുന്നത്? ഞാനിപ്പോ എന്നാ വേണ്ടേ? എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ അതൊക്കെ മുമ്പ് ആലോചിക്കേണ്ടതാണ്. അല്ലാതെ പിന്നോട് വന്നിട്ട് ഇപ്പൊ എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നത്? എന്താ ഇപ്പൊ എന്നോട് ചോദിച്ചിട്ട് കാര്യം എന്നാ ഞാൻ ചോദിക്കുന്നത്. പിന്നെ അബോർഷനുള്ള സാഹചര്യമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ ചെയ്യും. എന്റെ ഭാര്യ ഗർഭിണിയാ, അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. നിങ്ങളുടെ പേരും ആസ്പത്രിയുടെ പേരും ഞാൻ കേസ് കൊടുക്കും, സംശയമില്ല. എന്താ അതന്നെ പറഞ്ഞേ? എന്താ ഇയാള് പറയണത്? വേണ്ടാത്ത ഓരോ കാര്യങ്ങൾക്ക് നിന്നിട്ട് ഇപ്പൊ എന്റെ നെഞ്ചത്ത് കയറുകയാണ്. 10-70 വയസ്സായിട്ട് വെറുതെ കുത്തിയിരിക്കുകയല്ല.
എന്തൊരു കഷ്ടാന്ന് ആലോചിച്ചേക്ക് ഭാരനൂരും പോണവരൊക്കെ ഈ നിലയ്ക്കായാല്. OP എടുക്കാനാണേ. ഗൈനക്കോളജിസ്റ്റിനെ കാണാം. കാണാനാണോ? ഏത് ഡോക്ടറെ കണ്ടു? ഇവിടെ 3 ഡോക്ടർമാരുണ്ട്. ആരെയാ കണ്ട്? ആരെയും പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ? ആരാ നല്ല ഡോക്ടർ? അങ്ങനെ ചോദിച്ചാൽ ഇവിടെ എല്ലാം നല്ല ഡോക്ടർമാരല്ലേ? ആരും മോശം ഉണ്ടാവും നമ്മളെ ഹോസ്പിറ്റലിൽ? എന്നാലും ഉള്ളതില് ഉള്ളതിലിപ്പോ ഇന്നിപ്പോ 2 ഡോക്ടർമാർ നല്ല ബിസിയാ. അവർക്ക് അപ്പോയിന്റ്മെന്റ് ഒക്കെ ഫുള്ളായി. ഇനിയിപ്പോ ഒഴിവുള്ള ശീതളൻ സാറാ. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 2 ഡോക്ടർമാര് നല്ലതാണ്, അവർക്ക് തിരക്കാം. മറ്റേ ആൾ കൊള്ളില്ലാത്തോണ്ടാണ്. അല്ലല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. കൊള്ളൂലെന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കില്ല നിങ്ങള്. എല്ലാം നല്ല ഡോക്ടർമാരാണ്. മറ്റുള്ള ഡോക്ടർമാർ ഇന്നലെ ബുക്കിംഗ് ആയിപ്പോയി അവർക്ക്. ഇയാൾ മാത്രമേ ഒഴിവുള്ളൂ. അതാണ് ശീതളൻ സാറ്. ഒരുപാട് പേരെടുത്ത ആളല്ലേ? ലേഡി ഡോക്ടേഴ്സ്. ലേഡി ഡോക്ടേഴ്സ് ഒരാളുണ്ട്, അയാൾ തിയേറ്ററിലാണ്. ഡോക്ടറെ കാണാം. ഇത്ര വലിയ ആശുപത്രിയിൽ പൊട്ട ഡോക്ടർ ഒന്നും വെക്കുന്നില്ല. വന്ന പെണ്ണുങ്ങളൊക്കെ ആണുങ്ങളുടെ ഡോക്ടർമാരല്ലേ കാണിക്കില്ല? പേര് പറയുന്നത്? മണ്ടോദരി. മണ്ടോദരി. ഭർത്താവിന്റെ പേരെന്താ? മന്മഥൻ. മന്മഥൻ. മണ്ടോദരി മന്മഥൻ. കൊറേ നേരം വെയിറ്റ് ചെയ്യണോ? ഒരു 2 മണിക്കൂർ നിൽക്കേണ്ടി വരും. 2 മണിക്കൂറോ? ആ, അത്ര അപ്പോയിന്റ്മെന്റ് ഉണ്ട്. നിങ്ങൾ ഇന്നിപ്പോ നേരിട്ട് വന്ന് ചെയ്തല്ലേ? ഇന്നലെ ബുക്കിംഗ് എടുത്ത ആൾക്കാരുണ്ടേ, അതാണ്. സാറില്ല, ഇവിടെ ക്യാൻറ്റീനില്ലേ? ക്യാൻറ്റീൻ ക്യാൻറ്റീനിൽ കയറി മസാല ദോശ. ക്യാൻറ്റീൻ ഒരു മസാല ദോശക്ക് മേടിച്ചു കൊടുക്കി. ആളല്ലേ? ഈ കാർഡ് ഇത് 3-ാം നിലയിൽ 2ാമത്തെ റൂമിലാട്ടോ. ശരി, ചെല്ലുന്നത് ഇവിടെയാണ്. ഇങ്ങോട്ട് പോയിക്കോളി. ക്യാൻറ്റീനിൽ കഴിച്ചോ? മണ്ടു. അയ്യോ, ചേട്ടൻ എവിടെയായിരുന്നല്ലേ? ഇതെന്റെ കൂട്ടുകാരില്ലേ അമൃത, അമൃതയുടെ ഹസ്ബൻഡ്. ഇവള് പറയാറുണ്ട്. മന്മായിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോ വീട്ടിലൊക്കെ വന്നിരുന്നു. അതല്ലേ? ഓർമ്മയില്ലേ? മണ്ടു എന്താ ഇവിടെ? ചെറിയൊരു വിശേഷമുണ്ട്. ആണാ? എത്ര മാസമായി ഇപ്പൊ? ജസ്റ്റ് ഇപ്പൊ അറിഞ്ഞതേ ഉള്ളൂ. ശരി, അവൾക്കും വിശേഷമുണ്ട്. ഇപ്പൊ 4 മാസമായി. ആണോ? അതെ, ഇവിടെ ഏത് ഡോക്ടറാ നല്ലത് ഗൈനക്കിന്? ഇപ്പൊ ഏത് ഡോക്ടറെ കാണാൻ ചീട്ടെടുത്ത്? ഇപ്പൊ ശീതളൻ. ശീതളൻ സാറിനെ. അതെ, നിങ്ങളൊന്ന് ഇവിടെ കാണിക്കാൻ നിൽക്കണ്ട. എനിക്കിവിടെ ജോലി ഉണ്ടായിട്ട് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് എന്റെ വൈഫിനെ കാണിക്കണത്. ഇവിടുത്തെ ഡോക്ടർമാർക്ക് ഈ ആശുപത്രി സംരക്ഷിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, നമ്മളെ ചികിത്സിക്കാനല്ല. ഇപ്പം ഈ ശീതളൻ സാറില്ലേ, ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ ടെസ്റ്റ് എഴുതി തന്നിട്ട് പൈസ മേടിക്കും. പിന്നെ കെയറും ഇല്ല. എന്റെ സുഹൃത്തെ ഞാൻ മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു നമുക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പോകാൻ, പക്ഷെ കേൾക്കൂല. പിന്നെ ഇത്രയും വലിയ ആശുപത്രിയിൽ നല്ല സംവിധാനങ്ങളില്ലേ? എന്റെ മണ്ടോ ആശുപത്രിയുടെ വലിപ്പം നോക്കണ്ട. ഇപ്പൊ ഇതിലും കെയറും സൗകര്യവും സംവിധാനവും ഒക്കെ ഗവൺമെന്റ് ആശുപത്രിയിലാണ്. കണ്ടോ? അപ്പൊ അവള് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലേ? അവളെ ഞാനിവിടെ കാണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നമുക്ക് ഗവൺമെന്റ് ബസ്സിൽ നല്ല ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഒരു 400 രൂപ നമ്മൾ ഇവിടെ കൊടുത്തു, അതൊന്ന് ക്യാൻസൽ ചെയ്ത് തിരിച്ചു മേടിക്കാൻ പറ്റുമോ? ഇപ്പൊ 400 അല്ലേ കൊടുത്തുള്ളൂ. അത് കിട്ടൂല തിരിച്ച്. ഇപ്പൊ ഡോക്ടറെ കണ്ടിട്ടെങ്കിൽ 4000 പോയാനെ. നിങ്ങളൊരു പണി ചെയ്യും. അല്ലല്ല, എന്തായാലും 400 കൊടുത്തേലേ ആ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് പോവാം. സിനിമ നടനാ 400 കൊടുത്തിട്ട് കയറി ടിക്കറ്റ് എടുത്ത് കാണാൻ. ഇഷ്ടമുള്ളത് ചെയ്യും. അല്ല, ചേട്ടന് 400 രൂപ കൊടുത്തേലേ, അപ്പൊ കാണാലോ എന്ത് പറയുന്നറിയാലോ. ഒന്ന് കാണാം. എന്തായാലും ഒന്ന് നമസ്കാരം. എന്താണ്? അല്ല, ഞങ്ങള് കാർഡില് നോക്കിയപ്പോ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു, കാർഡ് വാങ്ങിയിട്ട്. അതെയോ? പോസിറ്റീവ് ആണ്. 2 വരെ വന്നു. ഓ ശരി, കൺഗ്രാചുലേഷൻ. താങ്ക് യു. ശരി. എന്താണ് കുട്ടിയുടെ പേര്? ആൺകുട്ടിയാണെങ്കിൽ സന്ദീപ് എന്നും പെൺകുട്ടിയാണെങ്കിൽ സംഗീത എന്നും ഇട്ടാന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അത് കുട്ടി ഉണ്ടായിട്ടില്ല നമുക്ക്. ഈ കുട്ടിയുടെ പേരെന്താണ്? മണ്ടോദരി. മണ്ടോദരി. ഓ ശരി. എന്താ ഇപ്പൊ വോമിറ്റിംഗ് ടെൻഡൻസി വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. മസാല ദോശത്തിനുള്ള ഒരു കൊതി അങ്ങനെയൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല, നമ്മൾ മേടിച്ചു കൊടുത്താൽ തീരാവുന്ന. ഇവിടുത്തെ ക്യാൻറ്റീനിൽ പോയി മേടിച്ചു കൊടുത്തു. ശരി. ആയിക്കോട്ടെ. പിന്നെ എന്താണ്, ശ്വാസം മുട്ടലുണ്ടോ നിങ്ങക്ക്? ശ്വാസം മുട്ട് ഈ ആശുപത്രിയിലോട്ട് കയറി വന്നപ്പോ ചെറിയ ശ്വാസം മുട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. തന്റെ ശ്വാസം മുട്ട് അവിടെ കിടക്കട്ടെ, ഈ കുട്ടിക്ക് ശ്വാസം മുട്ടുണ്ടോന്നാ ചോദിക്കണത്. എനിക്ക് പനി വരുമ്പോ ഇടയ്ക്ക് തണുപ്പ് കാലത്തൊക്കെ ശ്വാസം മുട്ടൽ ഇടയ്ക്ക് വരാറുണ്ട്. അതെ, പ്രശ്നമുള്ളോ? പിന്നെ നമ്മളിങ്ങനെ കുമ്പിട്ട് നിൽക്കുമ്പോഴേ കുറെ നേരം ഇങ്ങനെ കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ നടുവിനൊരു വേന ഉണ്ടോ?
ആ അത് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഉണ്ട് ഉണ്ട്. പ്രശ്നമാണല്ലോ. ശരി, ആ കണ്ണൊന്ന് കാണിക്കും. നാക്കുന്നത് ചെവിന്ന് കാണിക്കും. ആ കുഴപ്പമില്ല. എന്താ ചെവിയിൽ എന്താണ്? അല്ല ഞാൻ കാതിൽ കിടക്കണത് ഗോൾഡ് അല്ലേ അത്? നല്ലതാണ്. കഴുത്തിനും കാതിലൊക്കെ ഉള്ളതേ നല്ല ചെലവ് വരണല്ലേ. നിങ്ങൾക്ക് പോയി കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ പ്രശ്നമാണ്. എന്തായാലും കുറച്ച് ടെസ്റ്റൊക്കെ ചെയ്യേണ്ടി വരുന്നുള്ളൂ കേട്ടോളി. ESR HIV HbT3 ഒക്കെ എടുക്കേണ്ടി വരും. പിന്നെ CT സ്കാൻ ഒന്ന് എടുക്കുക. അല്ല CT സ്കാൻ ഇപ്പൊ നമുക്ക് അത് നോക്കട്ടെ. CT സ്കാൻ എടുത്തിട്ട് അങ്ങനെ നോക്കട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് MRI എടുത്തിട്ടേ അത് കാര്യം എന്താണെന്ന് നമുക്ക് വ്യക്തമാക്കാം കേട്ടോളി. പ്രശ്നമാണല്ലോ. എന്ത് പ്രശ്നം? MRI എടുക്കുന്ന ഒരു പ്രശ്നമല്ല, വെറുതെ ആൾക്കാർ പറയണതാണ് സ്കാൻ ചെയ്ത പ്രശ്നമാണെന്നൊക്കെ. അതല്ല ഡോക്ടറെ, പൈസയുടെ പ്രശ്നമുണ്ടല്ലോ ഞങ്ങൾക്ക്. പൈസയുടെ പ്രശ്നമുണ്ടോ? അതെ ഇതിപ്പോ ഇന്ന് ഈ ടെസ്റ്റ് ഒന്നും ചെയ്യാനുള്ള കാശ് ഞങ്ങൾ കരുതിയിട്ടില്ല. പക്ഷെ നിങ്ങളെ കണ്ടാ തോന്നില്ല നല്ല കാശുള്ള മാതിരി തോന്നുന്നത്. വെറുതെ വന്ന് ഡോക്ടറെ കണ്ടിട്ട് പോകുന്ന ടെസ്റ്റ് ഞങ്ങൾ നാളെ ഒന്ന് ചെയ്യാം. എന്നെ ഇപ്പൊ വെറുതെ വീട്ടിൽ വന്ന് കണ്ടാൽ മതിയായിരുന്നു. ഇത്രയും ദൂരം നടക്കണ്ടായിരുന്നില്ല ഈ ഗർഭിണിയായ കുട്ടീനെ കൊണ്ട്. അപ്പൊ അത് ശരി, നാളെങ്കിൽ നാളെ. അപ്പൊ നാളെ കാശ് പ്രശ്നമില്ലല്ലോ. എന്ത് പ്രശ്നം? വന്നാലല്ലേ പ്രശ്നമുള്ളൂ. അല്ല പൈസ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ. അതാണ്. എന്നാലും ഡോക്ടറെ, നമുക്കിപ്പോ ഇവിടെ ഈ ഒരു ഡെലിവറി നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഒരു ഉദ്ദേശം എത്ര രൂപ ചെലവ് വരും? അല്ല അതിപ്പോ നാട്ടു നടപ്പ് പോലെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതിപ്പോ പ്രസവം എന്നൊക്കെ പറയുമ്പോ 1-2 ലക്ഷം ഉറുപ്പ്യ കാണേണ്ട വരുന്നത്. എന്താണ് വെറുതെ നമുക്കൊരു കുട്ടീനെ കിട്ടുകയല്ലേ, നല്ല രീതിയിൽ ആവണ്ടേ. ഇപ്പൊ ഇത് നോർമൽ പ്രസവമാണെങ്കിൽ നമുക്ക് 1 ഉറുപ്പ്യയിലൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നിർത്താം നമുക്ക്. ഞാൻ എന്തായാലും ഒരു ലോൺ അപ്ലൈ ചെയ്യുന്നുണ്ട് ഓഫീസിൽ. ശരി ആയിക്കോട്ടെ. ഞങ്ങള് നാളെ വന്നോ ഡോക്ടർ? ആയിക്കോട്ടെ. സമാധാനമായ ഇനി സർക്കാർ ആശുപത്രിയിലോട്ട് പോവാമോ?